السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم تسليما. صلى الله على سيدنا محمد وعلى آله وصحبه كلما ذكره الذاكرون وغفل عن ذكره الغافلون. أما بعد، قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: يصلي في المسجد 1000 أو زيادة وليس فيهم مسلم واحد. بمعنى الحديث صدق رسول الله صلى الله عليه وسلم. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أبدأ باسم الواحد حمدا له بالآبد. صلى على محمد والآل وسلام الله. أدعوك يا مولى لنا بأهل بدر بدرنا محمد نبينا. صلي عليه يا الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله
ലാ ഇലാഹ ഇല്ലല്ലാഹു. സഹോദരന്മാരെ ചൊല്ലു, എല്ലാവരും ചൊല്ലു, ഉണ്ടാതിരിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുദായേ പാക്ക് റഹ്മാനോ റഹീമേ ദോ ജഹാൻ, तेरी ही रहमत से है सर सब्ज सारा गुलसिता. ला इलाहा इल्लल्लाहु ला इलाहा इल्लल्लाह ला इलाहा इल्लल्लाहु मुहम्मदुर रसूलुल्लाह. तेरी कुदरत का नमूना है ये खुर्शीदो कमर, तेरी ही तख्लीक से है ये ज़मीनो आसमान. ला इलाहा इल्लल्लाहु ला इलाहा इल्लल्लाह ला इलाहा इल्लल्लाहु मुहम्मदुर रसूलुल्लाह. വഅലമു യാ ഉമ്മത നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ അഭിവന്ദരായ പണ്ഡിതന്മാരെ, ഈ വിശുദ്ധമായ സദസ്സിൽ കടന്നു വന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ ഉമറാക്കളെ, നാട്ടു കാരണവന്മാരെ, സർവോപരി പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ ഇവിടെ കടന്നു വന്നിട്ടുള്ള എൻ്റെ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏകദേശം 2-3 മാസങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികളുടെ സമാപനമെന്നോണം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ ഇൽമിന്റെ മജ്ലിസ് ഇവിടെ തീരുമാനിക്കുകയും സംഘടിപ്പിക്കുകയും അതിനെ നടത്തുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട SKSSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ അതിയായ അനുഗ്രഹത്താൽ ഒരു നല്ല ദിവസത്തിലും നല്ല സദസ്സിലുമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കടന്നുവന്ന ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മുടെ വിളിപ്പാടകരെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സുന്ദരമായ മുഹൂർത്തത്തിൽ ലോക മുസൽമാന്റെ മാണിക്യ കൊട്ടാരമായ പരിശുദ്ധമായ മദീനയെ കുറിച്ച് ഓർക്കാനും ഹബീബായ തങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കുടിയിരുത്താൻ മനസ്സിൽ മദീന പണിയാനും സംസ്ഥാന വ്യാപകമായി എന്നല്ല, മലയാളികളായ മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുവോ അവിടെയെല്ലാം SKSSFന്റെ മദീന പാഷൻ എന്നുള്ള വളരെ കാലികമായ ഒരാശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ ധരിച്ചു വെക്കുന്നത് പ്രവാചക സ്നേഹം അല്ലെങ്കിൽ മഹബ്ബത്തുൻ നബി അത് ചില ആളുകളുടെ കുത്തകയാണെന്നുള്ള മൗഢ്യമായ ഒരു ധാരണ. എന്നാൽ മനസ്സിൽ ആത്മാർത്ഥതയുടെ ലവലേശം പോലുമില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ കേവലം കാട്ടിക്കൂട്ടലുകളായി
ഇത്തരത്തിലുള്ള പ്രവാചക സ്നേഹങ്ങൾ അധപ്പതിക്കുമ്പോൾ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായ പ്രവാചകീയ അനുരാഗം മദീനയിലേക്ക് സമർപ്പിക്കാൻ ഇത്തരത്തിലുള്ള സദസ്സുകൾ കാരണമാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രഥമമായി നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ സദസ്സ് നമ്മിൽ നിന്ന് കബൂലാക്കുകയും എവിടെയുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധമായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഇൽമ് ഒരു നല്ല അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുകയും നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ പ്രവർത്തനമായി അല്ലാഹു നമ്മിൽ നിന്ന് അത് കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ പരിശുദ്ധമായ സദസ്സിനെ അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ്സാക്കി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും രാജാതിരാജനായ തമ്പുരാൻ പരിപൂർണമായ റാഹത്തോടുകൂടി പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ സദസ്സിലുള്ള എല്ലാ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മുഴുവൻ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. എല്ലാവിധ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വളരെ നേരത്തെ തന്നെ ഈ പരിശുദ്ധമായ സദസ്സിൽ കടന്നു വന്ന് ഇവിടെ സ്ഥാനം പിടിച്ച് സഹോദരന്മാര് വരുന്നതിന്റെയും എത്രയോ മുമ്പ് ഇവിടെ വന്ന് പരിശുദ്ധമായ ഇൽമിന്റെ ഈ മജ്ലിസിനെ സഹായിക്കുകയും അതുമായി സഹകരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവരുടെ ഭർത്താക്കന്മാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ഇസ്സത്തോടുകൂടി ജീവിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടി മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്നുള്ളതാണ് നമുക്കിന്ന് സംസാരിക്കുവാനുള്ള വിഷയം. നമുക്കെല്ലാവർക്കും പ്രാഥമികമായി അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ ഖലീഫമാരായിട്ടാണ്. മറ്റുള്ള ജീവിജാലങ്ങളെ പോലെ കേവലം വെറുതെ ഭൂമിയിലേക്ക് അല്ലാഹു പടച്ചു വിട്ടതല്ല നാം അടങ്ങുന്ന മനുഷ്യവർഗത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ നിരവധി സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിന്റെ പിതാവായിരുന്ന മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ മുന്നോടിയായി മലക്കുകളോട് നടത്തിയിട്ടുള്ള ഒരു കൂടിയാലോചന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഖലീഫ എന്നാണ്. അല്ലാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മനുഷ്യനുണ്ട്. മറ്റു ജീവജാലങ്ങളെക്കാൾ അല്ലാഹുവിന്റെ സന്നിധിയിൽ ബഹുമാനവും ആദരവും പരിഗണനയും മനുഷ്യനുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. അല്ലാഹു പറയുകയാണ്, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുകയാണ്.
മറ്റു ജീവജാലങ്ങളിൽ നിന്ന്, നാൽക്കാലി വർഗങ്ങളിൽ നിന്ന്, മറ്റുള്ള ജന്തുവർഗങ്ങളിൽ നിന്ന് മനുഷ്യകുലത്തെ, മനുഷ്യവർഗത്തെ പ്രത്യേകമായി ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നാൽക്കാലികളെ പോലെ ജീവിക്കേണ്ടവനല്ല. അവൻ മറ്റു ജീവജാലങ്ങളെ പോലെ ജീവിക്കേണ്ടവനല്ല. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ പിന്നിൽ വ്യക്തമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ധർമ്മങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? വെറുതെ ഏതെങ്കിലും ഒരു ഉമ്മയുടെയോ ഉപ്പയുടെയോ മകനായി, ലോകത്തേക്ക് മകളായി ഈ ലോകത്തേക്ക് കടന്നു വന്നവരാണോ നമ്മൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിട്ടുള്ള, നമ്മുടെ മേൽ എഴുതി വച്ചിട്ടുള്ള ആയുസ് 50 വർഷം അല്ലെങ്കിൽ 60 വർഷം തിന്നും കുടിച്ചും സുഖിച്ചും രമിച്ചും ഭോഗിച്ചും മാത്രം ജീവിക്കാൻ അല്ലാഹു നമ്മെ പടച്ചു വിട്ടതാണോ? അല്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഞാൻ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവോ? നിങ്ങളെ ഞാൻ പ്രത്യേകമായ ലക്ഷ്യമില്ലാതെ വെറുതെ ലോകത്തേക്ക് പറഞ്ഞയച്ചതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? മനുഷ്യൻ വെറുതെ ലോകത്തേക്ക് വന്നവനല്ല. അവന്റെ പടപ്പിന്റെ പിന്നിൽ പ്രത്യേകമായ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. അവന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ പ്രത്യേകമായ ഒരുപാട് ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധ ഭവനമായ വിശുദ്ധ കഅബ നിർമ്മിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിനോട് നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഊന്നി പറഞ്ഞിട്ടുള്ള 2-3 വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ സംസാരത്തിന്റെ ആകത്തുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وإذ يرفع إبراهيم القواعد من البيت وإسماعيل. 4000 വർഷങ്ങൾക്ക് മുമ്പ് മാനുഷിക നാഗരികതയുടെ പിതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കേണ്ട ലോകത്തെ ആദ്യത്തെ ഭവനമായ പരിശുദ്ധ കഅബയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് കരമുയർത്തിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. രാജാതിരാജനായ നാഥാ, ഈ എളിയ സൽക്കർമ്മം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധമായ കഅബയാണ് ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ വിശുദ്ധ ഗേഹമായ വിശുദ്ധ ഖിബിലയാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഈ നിർമ്മാണ പ്രവർത്തനം നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാനവറുകൾ തുടർന്നു പറയുകയാണ്, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ട മകനായ എൻ്റെ പൊന്നുമോനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും നിന്റെ പരിശുദ്ധമായ ദീൻ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
ഞങ്ങളുടെ കാലശേഷം ഈ ലോകത്ത് കടന്നു വരാനുള്ള ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുടെ കബീലക്കാരും ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളുടെ രക്തബന്ധുക്കളുമായ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് കടന്നു വരാനുള്ള മനുഷ്യ സമൂഹത്തെ നീ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി അവരെ നീ ലോകത്തേക്ക് പറഞ്ഞേക്കണേ തമ്പുരാനേ. മഹാനവറുകൾ തുടർന്നു പറയുകയാണ്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. അല്ലാഹുവേ, ഞങ്ങളുടെ കാലശേഷം കടന്നു വരുന്ന സമൂഹമുണ്ടല്ലോ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുടെ കാലശേഷം ലോകത്ത് കടന്നു വരാനുള്ള ജനതയുണ്ടല്ലോ, ആ ജനതയിലേക്ക് അവരിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ തമ്പുരാനേ. ആ പ്രവാചകന്റെ ദൗത്യം എന്താണ്? ആ പ്രവാചകന്റെ ധർമ്മം എന്താണ്? ആ പ്രവാചകനെ നീ നിയോഗിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് മനുഷ്യകുലം കടന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മനുഷ്യകുലത്തെ നിയോഗിക്കാനുള്ള ലക്ഷ്യബോധത്തെ കുറിച്ചാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. യത്ലു അലൈഹിം ആയാതിക്. അല്ലാഹുവേ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന പ്രവാചകൻ. വയുഅല്ലിമുഹുൽ കിതാബ്. പരിശുദ്ധമായ ഖുർആൻ അവർക്ക് ഓതിക്കൊടുക്കുന്ന പ്രവാചകർ. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാനുള്ള വഴി അവന്റെ ഖുർആനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തു കടന്നു വന്നിട്ടുള്ളത്. ഞാൻ പ്രവാചകനെ കണ്ടിട്ടില്ല, ഞാൻ മക്കത്ത് ജനിച്ചിട്ടില്ല, ഞാൻ മദീനത്ത് ജീവിച്ചിട്ടില്ല, ആ ഹബീബിനെയോ ഹബീബിന്റെ സ്വഹാബികളെയോ ഞാൻ കണ്ടിട്ടില്ല, അവിടുത്തെ മോചിതത്തുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ടില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഖുർആനുള്ള കാലത്തോളം, നമ്മുടെ മുമ്പിൽ ഖുർആനുള്ള കാലത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ജീവനോടെ കണ്ടതിന് തുല്യമാണ്. മൻ റഅൽ ഖുർആൻ ഫകഅന്നമാ റആ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഖുർആൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഖുർആൻ ഓതാനുള്ള അവസരമുണ്ടെങ്കിൽ അവൻ ഹബീബായ തങ്ങളെ ജീവനോടെ കണ്ടതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ ലക്ഷ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ പ്രാർത്ഥനയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകർ വയുസക്കീഹിം, എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും, ആധുനിക ജീവിതത്തിന്റെ അതിപ്രസരങ്ങളിൽ നിന്ന് ആത്മീയ ലോകത്തിന്റെ ആനന്ദത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ആത്മീയ ലോകത്തിന്റെ ആനന്ദത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തെ ലോകത്ത് അല്ലാഹു നിയോഗിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ലോകത്തോട് പഠിപ്പിക്കുകയാണ്. എല്ലാവിധ ജീർണതകളിൽ നിന്നുമുള്ള മോചനം, എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നുമുള്ള മോചനം, എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നുമുള്ള മോചനം, എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്നും, വേണ്ടാധീനങ്ങളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്നും, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, സംസാരങ്ങളിൽ നിന്നുമുള്ള മോചനം. ശുദ്ധമായ മനസ്സോടെ, ശുദ്ധമായ ആത്മാവോടെ, ശുദ്ധമായ ചിന്തകളോടെ, ശുദ്ധമായ നിയ്യത്തോടെ, ശുദ്ധമായ അമലുകളോടെ അല്ലാഹുവിലേക്കുള്ള തിരിച്ചുപോക്കാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തെ അല്ലാഹു ലോകത്തേക്ക് നിയോഗിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും സന്താനങ്ങളും ഒന്നും അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഉപകാരപ്പെടുന്നില്ല. പടച്ചവന്റെ മുമ്പിലേക്ക് നമ്മൾ മടക്കപ്പെടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്,
നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സന്താനങ്ങൾ, നമുക്ക് പിറന്ന സന്താനങ്ങൾ, അവയൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള വഴികളല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹുവിലേക്ക് സംശുദ്ധമായ ഹൃദയത്തോടെ മടങ്ങിപ്പോകുന്നവനാണ്. തന്റെ ചുറ്റുമുള്ളവരെല്ലാം തെറ്റുകുറ്റങ്ങളിൽ മുങ്ങിപ്പോകുമ്പോൾ അവർക്കിടയിൽ നിന്ന് കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ പോലെ, മരിച്ചു കിടക്കുന്ന ആളുകൾക്കിടയിൽ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നവനെ പോലെ ചുറ്റുമുള്ളവരെല്ലാം കുറ്റങ്ങൾ ചെയ്യുമ്പോൾ, ചുറ്റുമുള്ളവരെല്ലാം തങ്ങളുടെ ദേഹേച്ഛകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവർക്കിടയിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കലാണ് മുസ്ലിമായ മനുഷ്യന്റെ ജീവിത ദൗത്യം. അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യകുലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ജീർണതകളിൽ നിന്ന് അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്, ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള മടക്കമാണ്. ഈ മനുഷ്യകുലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സ്ഥലത്ത് മാത്രം പരാമർശിക്കപ്പെട്ട വിഷയമല്ല. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊക്കെ കാര്യങ്ങളാണോ എണ്ണിപ്പറഞ്ഞിട്ടുള്ളത്, അതേ വിഷയങ്ങൾ തന്നെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യ സമൂഹമേ, നിങ്ങളെ ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ പിന്നിലുള്ള ധർമ്മവും ലക്ഷ്യവും അല്ലാഹുവിന്റെ ഉദ്ദേശവും നിങ്ങളുടെ സംസ്കരണമാണ്. തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് ശുദ്ധമായ ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ മടക്കമാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും മടങ്ങി അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴടങ്ങി, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴടങ്ങിക്കൊണ്ട് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ കീഴടങ്ങൽ എന്നാണ്. അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്, അല്ലാഹുവിന് പരിപൂർണമായി കീഴടങ്ങുക എന്നുള്ളതാണ്. ചുറ്റുമുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ, എല്ലാവിധ സാഹചര്യങ്ങളും തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ, നമ്മെ കൊണ്ടുപോകുമ്പോൾ, അതിനോടെല്ലാം യുദ്ധം ചെയ്ത് ജിഹാദ് ചെയ്ത് അതിനോടെല്ലാം പടവെട്ടി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവസാന കാലഘട്ടമാകുമ്പോൾ വിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് കമാ യഖ്ബിദു അലൽ ജംറ, ഒരു തീക്കനലിന്റെ മേൽ ഒരാൾ മുറുക്കി പിടിക്കുന്നത് പോലെ വളരെ പ്രയാസകരമാണ്. തീക്കനൽ സഹോദരിമാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഗ്യാസിന്റെ സ്റ്റൗവൊക്കെ വരുന്നതിന്റെ മുമ്പ് ഇവിടെയുള്ള പ്രായമായ സഹോദരിമാരെല്ലാം അടുപ്പത്ത് വിറക് വെച്ച് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്തവരാണ്. തീക്കനൽ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിളങ്ങിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ എടുത്തുകൊണ്ട് കയ്യിൽ മുറുക്കി പിടിക്കാൻ നമുക്ക് സാധ്യമാണോ? പ്രിയപ്പെട്ടവരെ, അത് സാധ്യമാവാത്തതുപോലെ പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാകുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ. ആ കാലഘട്ടത്തിന്റെ പടിവാതിലിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ സൗകര്യങ്ങളും മുഴുവൻ സംവിധാനങ്ങളും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നവയാണ്. അത് മൊബൈൽ ഫോൺ ആയാലും ശരി, ടെലിവിഷൻ ആയാലും കമ്പ്യൂട്ടർ ആയാലും ഇന്റർനെറ്റ് ആയാലും സിനിമയായാലും സീരിയലായാലും ഏത് രൂപത്തിലുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങളായാലും മനുഷ്യനെ തെറ്റുകളിലേക്കും തിന്മകളിലേക്കും കൊണ്ടുചെന്നാക്കുക, എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം, ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുപ്പത്തൊട്ടിയിലെ മാണിക്യം പോലെ നമ്മൾ ജീവിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.
അല്ലെങ്കിൽ മരിച്ചുപോയവർക്കിടയിൽ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നവൻ. അല്ലാഹുവിനെ ഓർക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ ഓർക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ ഓർക്കാത്ത ഒരുപാട് മനുഷ്യർക്കിടയിൽ അല്ലാഹുവിനെ ഓർക്കുന്ന മനുഷ്യർ. വീട്ടിലുള്ളവരെല്ലാം പാതിരാ കഴിയുന്നത് വരെ സിനിമയും സീരിയലും കണ്ട് അവസാനം പോത്തുപോലെ കിടന്നുറങ്ങിയതാണ്. അതിനിടയിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് എഴുന്നേറ്റ് പാതിരാവിൽ എഴുന്നേറ്റ് വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് സുജൂദിൽ വീണ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ആ വീട്ടിലുള്ളതെല്ലാം ശവങ്ങളാണ്. ആ ശവങ്ങൾക്കിടയിൽ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ് ആ മനുഷ്യനെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അങ്ങനെ ജീവിക്കണം പ്രിയപ്പെട്ടവരെ. ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് മടങ്ങുമ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവനില്ലാത്ത ശവങ്ങളാണ്. അല്ലാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ പൊൻവെളിച്ചം നൽകട്ടെ. അപ്പോ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പരിപൂർണമായി കീഴടങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. തനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതെല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. തനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതെല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നതാണ്. അല്ലാഹു എനിക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ തിരിച്ചു കൊടുക്കണം. അല്ലാഹു എനിക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യത്തെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കണം. അല്ലാഹു എനിക്ക് അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കണം. അല്ലാഹു എനിക്ക് സമയം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ മൊബൈൽ ഫോണിന്റെയോ അല്ലെങ്കിൽ ടിവിയുടെയോ സ്ക്രീനിന്റെ മുമ്പിൽ കൊന്നുകളയാതെ, ചെലവഴിക്കാതെ, പാഴാക്കി കളയാതെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കണം. അതാണ് ഇസ്ലാം. അപ്പോഴാണ് മുസ്ലിം ആവുക. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ വളരെ പ്രധാനിയായ ഒരു സ്വഹാബിയാണ് അബൂ ദഹ്ദാഹ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോ ഒരു സ്വഹാബി ഇങ്ങനെ വളരെ ദുഃഖത്തോടു കൂടി കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വരിക. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എനിക്കൊരു അനുഭവം ഇന്നുണ്ടായി. ആ അനുഭവം എന്റെ മനസ്സിനെ ഒരുപാട് തകർത്തു കളഞ്ഞു നബിയേ. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലിരുന്നിട്ട് സമാധാനം ലഭിക്കാത്തത് കൊണ്ട് അങ്ങയുടെ സുന്ദരമായ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എനിക്ക് സമാധാനമാണ്. ആ സമാധാനം ലഭിക്കാൻ വേണ്ടി കടന്നു വന്നതാണ് നബിയേ. ഇത് കേട്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, മനുഷ്യ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഇത്രയും ദുഃഖമുണ്ടാവാൻ എന്തുണ്ടായി ഇന്ന്? അപ്പൊ സ്വഹാബി പറഞ്ഞു, നബിയെ, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ ഒരു നല്ല ഈത്തപ്പന എന്റെ വീടിന്റെ വളപ്പിലേക്കാണ് അത് ചാഞ്ഞു നിൽക്കുന്നത്. അതിൽ നല്ല സുന്ദരമായ നല്ല മധുരമുള്ള ഈത്തപ്പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഈത്തപ്പഴം പഴുത്ത് പാകമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോന്ന് 2-3 ഇങ്ങനെ താഴേക്ക് വീഴാറുണ്ട്. ഇന്ന് ആ ഈത്തപ്പനയിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ താഴേക്ക് വീണപ്പോ എന്റെ പ്രിയപ്പെട്ട പിഞ്ചു മക്കൾ ഓടിച്ചെന്നുകൊണ്ട് അവരാ ഈത്തപ്പഴം എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ചു. അവര് സന്തോഷത്തോടുകൂടി അതിൽപ്പെട്ട ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ടപ്പോൾ ആ ഈത്തപ്പനയുടെ ഉടമസ്ഥൻ ഓടി വന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ പിടിച്ചു വെച്ച് അവരുടെ കൈകളിൽ നിന്ന് ഈത്തപ്പഴം തട്ടിപ്പറിച്ചെടുത്തു നബിയേ. എത്രത്തോളം എന്ന് വെച്ചാൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്റെ മക്കൾ വായിലിട്ട് ചവച്ചിരുന്ന ഈത്തപ്പഴം പോലും ആ ദുഷ്ടനായ മനുഷ്യൻ വായിൽ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് വലിച്ചൂരിയെടുത്തു നബിയേ. ഇത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. ഒരൽപ്പം സമാധാനം ലഭിക്കാനാണ് ഞാൻ അങ്ങയുടെ ഈ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇത് കേട്ടപ്പോ നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഉടനെ തന്നെ ആ സദസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്.
എന്നിട്ട് ആ ഈത്തപ്പനയുടെ ഉടമസ്ഥനെ കണ്ടെത്തുന്നു. അയാളോട് പറയുന്നു, സഹോദരാ, ഈ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഈ ഈത്തപ്പന നിങ്ങൾ എനിക്കൊന്ന് വിൽക്കുമോ? ഇതിനു പകരം ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു ഈത്തപ്പന നൽകാം. ആ മനുഷ്യൻ മുനാഫിഖായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അയാള് പറഞ്ഞു, നബിയേ, ഈ ഈത്തപ്പന നിങ്ങൾ ചോദിച്ചിട്ട് തരാൻ പറ്റൂല നബിയെ, വേറെ ഏത് ചോദിച്ചാലും തരാം. അയാൾക്ക് കൊടുക്കാൻ മനസ്സില്ല. പക്ഷെ നേരിട്ട് വെട്ടി തുറന്ന് പറയാനുള്ള മടി കൊണ്ട് അയാൾ പറഞ്ഞു, ഈ ഈത്തപ്പഴം ഇത് ഭയങ്കര മധുരമുള്ള ഈത്തപ്പഴാണ്, അതുകൊണ്ട് ഈ ഈത്തപ്പന തരില്ല, ഇത് തരില്ല, വേറെ ഏത് ചോദിച്ചാലും തരാം. നബി തങ്ങൾ നിരാശയോടുകൂടി തിരിച്ചു വരികയാണ്. ഈ സംഭവം കണ്ട മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് ആ മനുഷ്യനോട് ചോദിച്ചില്ലേ ഈ ഈത്തപ്പഴം അങ്ങേക്ക് വിൽക്കുമോ എന്ന്? വിറ്റാൽ സ്വർഗത്തിലൊരു ഈത്തപ്പഴം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ നബിയേ? ആ ഈത്തപ്പന ഞാൻ നിങ്ങൾക്ക് വാങ്ങി തന്നാൽ സ്വർഗത്തിലുള്ള ഈത്തപ്പന എനിക്ക് നിങ്ങൾ വാങ്ങിത്തരുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അതെ, ആ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങി തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിലൊരു ഈത്തപ്പന വാങ്ങിത്തരാം. ഉടനെ തന്നെ ആ സ്വഹാബി അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നുകൊണ്ട് ഈത്തപ്പനയുടെ മുതലാളിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, സഹോദരാ, ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? എന്തും തരാം, എന്തും ഞാൻ പകരം തരാം. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, വിൽക്കാൻ മനസ്സില്ല. അയാൾ പറഞ്ഞു, ഈ ഒരൊറ്റ ഈത്തപ്പനക്ക് പകരം 100 ഈത്തപ്പന അതിന്റെ മുരടോടുകൂടി, ഈത്തപ്പന തോട്ടത്തോടുകൂടി എനിക്ക് തന്നാൽ ഞാൻ ഈ ഒരൊറ്റ ഈത്തപ്പന തരാം. ഒരു ഈത്തപ്പനക്ക് പകരം 100 ഈത്തപ്പനയും അത് നിൽക്കുന്ന മുരടും അതിന്റെ ഭൂമിയും അടക്കം, അതായത് 100 ഈത്തപ്പന നട്ടു വളർത്തിയിട്ടുള്ള ഒരു തോട്ടം നിങ്ങൾ തന്നാൽ അതിൽ പകരം ഈ ഒരൊറ്റ ഈത്തപ്പന ഞാൻ തരാം. ഉടനെ തന്നെ ആ സ്വഹാബി പറഞ്ഞു, അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തരാം. ഈ ഒരൊറ്റ ഈത്തപ്പനക്ക് പകരം ഞാൻ 100 ഈത്തപ്പന തരാം. എനിക്ക് വേണ്ടത് സ്വർഗമാണ്, സ്വർഗത്തിലുള്ള ഈത്തപ്പനയാണ് എനിക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അവന്റെ ഹബീബിന്റെ പൊരുത്തമാണ്. ആ പൊരുത്തത്തിന് വേണ്ടി പടച്ചവൻ എനിക്ക് തന്നിട്ടുള്ള സമ്പത്തെല്ലാം ചെലവഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. സഹോദര സഹോദരി, ഇതിനാണ് ഇസ്ലാം എന്ന് പറയുക. അള്ളാഹു നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഈ സ്വഹാബി മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സന്നിധിയിലേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ആ ഈത്തപ്പന ഞാൻ വാങ്ങിയിട്ടുണ്ട്. 100 ഈത്തപ്പന അതിന്റെ തോട്ടത്തോടടക്കം കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിന്റെ തോട്ടത്തോടടക്കം കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഒന്നും മിണ്ടുന്നില്ല. അവിടുത്തെ മുഖം ഇങ്ങനെ വിവർണമാവുകയാണ്. അവിടുത്തെ മുഖത്തിങ്ങനെ ക്ഷീണം പ്രകടമാവുകയാണ്. മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ വഹയുമായി, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമായി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അല്പസമയം കഴിഞ്ഞപ്പോ അവിടുന്ന് അതാ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ, ആരെങ്കിലും പടച്ചവൻ അവന് നൽകിയിട്ടുള്ള സമ്പത്തോ, അവന് നൽകിയിട്ടുള്ള ആരോഗ്യമോ, അവന് നൽകിയിട്ടുള്ള സമയമോ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഇവിടെ കടന്നു വന്ന് 2 മണിക്കൂർ ചെലവഴിക്കുന്നത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ദിവസത്തിലെ 24 മണിക്കൂറിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഓടി നടക്കുമ്പോൾ അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആരോഗ്യത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവർ കൊടുക്കുകയാണ്.
ഖുർആൻ അല്ലാഹു പറഞ്ഞത് എന്താ? ഫഅമ്മാ മൻ അഅ്താ. ഈ അഅ്താ എന്നുള്ള ഫിഅല് അതിന്റെ നഹ്വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മുതഅദ്ദിയാണ്. ഉസ്താദുമാർക്കറിയാം, മുതഅദ്ദി എന്ന് പറഞ്ഞാൽ അതിന് ഒരു മഫ്ഊല് വേണം. അതായത് ആരെ, എന്തിനെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം അവിടെ വേണം. അങ്ങനെയാണ്. നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞാൽ ആരെ അടിച്ചു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ടല്ലോ എന്നതുപോലെ ഇങ്ങനെയുള്ള മുതഅദ്ദിയായ ഫീലിന്റെ മഫ്ഊല് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് യുഫീദുൽ ഉമൂം, അതിന് എല്ലാം എന്നുള്ള അർത്ഥമാണുള്ളത്. നമ്മൾ സാധാരണ ദ്വാരക്കുന്ന സമയത്ത് അവസാനം പറയില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, പടച്ചോനെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ. എന്തിനെ എന്ന് നമ്മൾ പറയുന്നില്ല. നിസ്കാരത്തെ എന്നോ നോമ്പിനെ എന്നോ സ്വതക്കയെന്നോ ഹജ്ജിനെ എന്നോ ഒന്നും പറയുന്നില്ല. പടച്ചവനെ നീ സ്വീകരിക്കണേ. എന്തിനെ? എല്ലാം സ്വീകരിക്കണേ എന്നാണ് അതിനർത്ഥം. എല്ലാം, ഒന്നും പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ എന്നാണ് അതിനർത്ഥം. എന്നതുപോലെ അള്ളാഹുവിന് വേണ്ടി കൊടുത്തവൻ, എന്തിനെ കൊടുത്തവൻ അല്ല പറഞ്ഞിട്ടില്ല. അത് സമ്പത്താവാം, സമയമാവാം, ആരോഗ്യമാവാം, അധികാരമാവാം, അവസരങ്ങളാവാം, ഏതുമാവാം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ ഏതൊക്കെയുണ്ടോ അതിൽ നിന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവഴിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഈ ആയത്തിറങ്ങിയത് മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. എന്താണ് സംഭവം? ഒരു ഈത്തപ്പനക്ക് പകരം 100 ഈത്തപ്പന നൽകി അള്ളാന്റെ പൊരുത്തം നേടിയ സ്വഹാബിയാണ്. പടച്ചവനെ, അത്തരത്തിലുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്തും സഹിക്കാൻ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്തും നൽകാൻ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്തു പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള മനസ്സിന്റെ വിശാലത ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, സ്വത്തല്ല വലുത് അല്ലാഹുവാണ്, സമ്പത്തല്ല വലുത് അല്ലാഹുവാണ്. മഹാനായ അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹു നമുക്കറിയാം വലിയ കച്ചവടക്കാരനാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരാണ് അവരെല്ലാം. ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം അങ്ങകലെ ഷാമിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചെത്തി. ഒരുപാട് ലാഭവുമായിട്ടാണ് വരുന്നത്. മദീനയിലുള്ള പല പാവപ്പെട്ട സ്വഹാബിമാരും ആ കച്ചവട സംഘത്തിൽ ഷെയർ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ലാഭം കൊണ്ട് തിരിച്ചു വരുമ്പോ ആ ലാഭത്തിന്റെ ഒരു ഷെയർ കിട്ടും എല്ലാവർക്കും. അപ്പൊ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ആ യാത്രാ സംഘം വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അവര് മദീനയിലെത്തുന്നത് ജുമുഅയുടെ സമയത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വരുന്നത്. ഈ യാത്രാ സംഘം വരുന്ന ശബ്ദം കേട്ടപ്പോ ജനങ്ങളെല്ലാവരും പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. എന്തിന്? യാത്രാ സംഘത്തെ കാണാൻ. പട്ടിണി കിടന്ന് ഒരുപാട് ദിവസങ്ങളായി പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്നവരായിരിക്കും. അപ്പോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള വക കിട്ടണമെങ്കിൽ ഈ യാത്രാ സംഘം കടന്നു വന്നിട്ട് വേണം. അപ്പൊ ജുമാ നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളെല്ലാം നബി തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി യാത്രാ സംഘത്തെ കാണാൻ. അത്രയും പ്രയാസപ്പെട്ടത് കൊണ്ടാണ്, അല്ല നമ്മളെപ്പോലെ ദുനിയാവിനെ മോഹിച്ചിട്ടല്ല. ഈ സമയത്താണ് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. ഫഇദാ റഔ തിജാറതൻ ഔ ലഹവൻ ഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ. അവർ ഏതെങ്കിലും ഒരു കച്ചവടത്തെയോ അല്ലെങ്കിൽ സമ്പത്തിനെയോ കണ്ടാൽ അങ്ങ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ അങ്ങേ മിമ്പറിന്റെ മുകളിൽ നോക്കുകുത്തിയാക്കി അവരെല്ലാവരും ഓടിപ്പോയി അല്ലേ? എങ്കിൽ അവരോട് നിങ്ങൾ പറയുക നബിയേ, ഖുൽ മാ ഇൻദല്ലാഹി ഖൈർ, അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തേ? അദ്ദേഹമാണ് ഈ യാത്രാ സംഘത്തിന്റെ തലവൻ. അദ്ദേഹത്തിൻ്റെതാണ് ഈ യാത്രാ സംഘത്തിലെ സ്വത്തിന്റെ ഭൂരിഭാഗവും. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, പടച്ചവനെ അല്ലാഹുവേ, ഇങ്ങനെ ഒരു ആയത്ത് ഇവിടെ ഇറങ്ങാനുള്ള കാരണം എന്റെ യാത്രാ സംഘം ഇപ്പൊ തിരിച്ചു വന്നതാണല്ലോ.
ഉടനെ തന്നെ മഹാനവറുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ യാത്രാ സംഘം ഇങ്ങനെ ഒരായത്തിറങ്ങാൻ കാരണമായെങ്കിൽ നബിയേ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം ഇവിടെ നടക്കാൻ എന്റെ യാത്രാ സംഘവും അതിലുള്ള മുതലും സമ്പത്തും കാരണമായെങ്കിൽ അതെല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നബിയേ. അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ ചെലവഴിക്കാം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ദീനാറുകൾ വിലമതിക്കുന്ന ആ കച്ചവട ചരക്ക് മുഴുവനും ഹബീബായ തങ്ങളുടെ മുമ്പിൽ വന്ന് സമർപ്പിച്ചു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. കാരണം എന്തേ? അദ്ദേഹത്തിന് വലുത് സമ്പത്തല്ല, അള്ളാന്റെ പൊരുത്തമാണ്. സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണമെന്ന് പഠിച്ചവരാണ്. അത് ഹബീബായ തങ്ങളിൽ നിന്ന് പകർത്തിയവരാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തോട്ടമുണ്ടായിരുന്നു, ഈത്തപ്പനത്തോട്ടം. അദ്ദേഹം ആ തോട്ടത്തിൽ ഇങ്ങനെ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ കാര്യം നോക്കിയൊക്കെ റെഡിയാണോ, എല്ലായിടത്തേക്കും വെള്ളം എത്തുന്നുണ്ടോ, ഈത്തപ്പനകളൊക്കെ ശരിക്കും വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി മഹാനവറുകൾ തിരിച്ചു വന്നപ്പോഴേക്ക് അസ്ർ നമസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോ മഹാനവറുകൾക്ക് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. പടച്ചോനെ, ഇന്ന് അസ്റിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടത് നിസ്കാരം ഖളാ ആയതല്ല. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, നിസ്കാരം ഖളാ ആയതല്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വേറെ ഒരു സഹോദരനുണ്ട്. അപ്പൊ ജമാഅത്ത് നഷ്ടപ്പെട്ടാല് ഉമർ റളിയല്ലാഹു അൻഹു വേറൊരു ജമാഅത്ത് ഇവിടെ നടത്താം. പക്ഷേ ഹബീബായ തങ്ങളുടെ പിന്നിൽ അവ്വലു വക്തിലുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ വ്യസനത്താൽ മഹാനവറുകൾ പറയുകയാണ്, ഈ ജമാഅത്ത് ഇവിടെ നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്റെ തോട്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ തോട്ടം പാവങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുന്നു. സമ്പത്തല്ല വലുത്, അള്ളാന്റെ പൊരുത്തമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു സ്വഹാബി വന്നു. ആ സ്വഹാബിയുടെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരമുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാൻ പാടില്ല. അത് കേട്ടപ്പോ ആ സ്വഹാബി അതെടുത്തുകൊണ്ട് ഊരി എറിയുകയാണ്. ഊരി എറിഞ്ഞു. സ്വർണത്തിന്റെ മോതിരമാണ്, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ സദസ്സ് പിരിഞ്ഞു. നബിതങ്ങൾ പോയി. ഈ സമയത്ത് മറ്റു സ്വഹാബിമാർ ചില ആളുകൾ വന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, അല്ലയോ സഹോദര, നബിതങ്ങൾ അത് കയ്യിലെടുത്തതല്ലേ പറഞ്ഞിട്ടുള്ളൂ, നബിതങ്ങളത് കയ്യിലെടുത്തതല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് വിൽക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യക്ക് കൊടുക്കാം, മക്കൾക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാലോ, എന്തിനാ നീ അത് വലിച്ചെറിഞ്ഞത്? ആ സ്വഹാബി പറയുകയാണ്, അല്ലയോ സഹോദരേ, അല്ലയോ സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ വലിച്ചെറിയാൻ പറഞ്ഞ ഒരു വസ്തു ഇനി ഞാൻ എന്റെ കൈ കൊണ്ട് തൊടില്ല. നബിതങ്ങൾ പറഞ്ഞത് സ്വർണം പുരുഷന്മാർക്ക് ധരിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ്. പക്ഷേ നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം ചെയ്യാൻ ഈ സ്വർണമോതിരം കാരണമായിട്ടുണ്ടെങ്കിൽ ഇനി അതെനിക്ക് വേണ്ട. സമ്പത്തല്ല വലുത്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്. അങ്ങനെ ജീവിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്താണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവർ, ഒരുപാട് എക്സസൈസ് ചെയ്യുന്നവർ, ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി രാവിലെ 6 മണിക്കും 7 മണിക്കും എഴുന്നേറ്റ് ഓടുന്നവർ, ജോഗിങ് നടത്തുന്നവർ, പ്രഷർ കുറക്കാൻ, ഷുഗർ കുറക്കാൻ വേണ്ടി ഓടുന്നവർ, അതിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് വുളു എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോയാൽ ഇതുപോലെ ഷുഗറിനും പ്രഷറിനും കുറവുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നില്ല. ഷുഗറും പ്രഷറും കുറയാൻ വേണ്ടിയിട്ട് 6 മണിക്ക് എണീറ്റ് ഓടും. ഒരു 5:30 എണീറ്റാൽ ഒന്നും കൊടുത്ത് പള്ളിയിൽ പോയി അതാ ആയി. പല സമയങ്ങളിൽ ജമാഅത്തോടു കൂടി തന്നെ സുബീസ്കരിക്കാൻ കഴിയും. പള്ളിയിലേക്ക് നമ്മൾ നടന്നു പോയാലും ഈ ആരോഗ്യം നമുക്ക് കിട്ടുന്നില്ലേ? പക്ഷേ അത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ശരീരം പുഷ്ടിപ്പെടുത്താൻ, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്ന ചെറുപ്പക്കാർ, സൗന്ദര്യം പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ച്, സമയം ചെലവഴിച്ച്, കണ്ണാടിയുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഈ ശരീരവും ആരോഗ്യവും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. നിസ്കാരങ്ങളെ നിലനിർത്താൻ, നോമ്പ് നോൽക്കാൻ, പടച്ചവന്റെ ദീനിന്റെ വേണ്ടി ചെലവഴിക്കാൻ. സഹോദരിമാരാണെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ഭർത്താവിന്റെ സ്നേഹം നേടാൻ വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായി കൊണ്ടു നടക്കാനുള്ളതല്ല. ഈ സംഘടനക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ,
സംഘടനക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, മഹല്ലിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, മദ്രസക്കും പള്ളിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ ഇതെല്ലാം ദീനിനു വേണ്ടി ചെയ്യുന്ന ജിഹാദാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എത്രയോ വലിയ പ്രതിഫലമുള്ള പ്രവർത്തനമാണ്. ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ ഈ പ്രവർത്തനങ്ങൾ മാത്രം മതിയാകും. ശ്രദ്ധിക്കണം, SKSF-ന് വേണ്ടി നടക്കുന്നത്, SYS-ന് വേണ്ടി, സമസ്തക്ക് വേണ്ടി ഓടി നടക്കുന്നത് നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ, നാട്ടുകാർ വലിയ സാമൂഹിക പ്രവർത്തകനാണെന്ന് പറയാൻ വേണ്ടിയതല്ല, അള്ളാഹ്ക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്നുള്ള നിയ്യത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ അത് മതിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സമ്പത്തുള്ളവർ സമ്പത്ത് ചെലവഴിക്കുന്നതും ആരോഗ്യമുള്ളവർ ആരോഗ്യം ചെലവഴിക്കുന്നതും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ പ്രധാനിയാണ്. അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ സ്വഹാബാ, നിങ്ങളുടെ വീടുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നു തരിക. നമുക്ക് ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോവാനുള്ളതാണ്, ബദറിലേക്ക് പോവാനുള്ളതാണ്. യുദ്ധം എന്ന അപ്പോ ഉദ്ദേശം ഉണ്ടായിരുന്നില്ലല്ലോ, യുദ്ധത്തിന് വേണ്ടി പോയതല്ലല്ലോ, നമുക്ക് ബദറിൽ പോവാനുള്ളതാണ്. ഒരുപക്ഷെ ദിവസങ്ങളോളം നമുക്ക് ഇവിടെ തങ്ങേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വല്ല ഭക്ഷണ സാധനങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു. മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പോലും കഴിക്കാൻ ഒന്നുമില്ല. നിരാശയോടുകൂടി മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു മദീന അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടി? വല്ല ജോലിയും ചെയ്താൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് തന്റെ മക്കൾക്ക് കൊടുക്കാനല്ല, യുദ്ധ ഫണ്ടിലേക്ക് കൊടുക്കാൻ. മക്കൾ പട്ടിണി കിടന്നാലും പ്രശ്നമില്ല, നബി തങ്ങൾ പറഞ്ഞതല്ലേ, അതനുസരിക്കണമല്ലോ. അങ്ങനെ മഹാനവറുകൾ മദീനയിലെ ആ മാർക്കറ്റിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ജൂതൻ വിളിച്ചു പറയുകയാണ്, എന്റെ ഈ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാൻ ഇന്ന് ആരെങ്കിലും തയ്യാറുണ്ടോ? എന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാൻ ജോലിക്ക് വരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നൊരു ജൂതൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു. ഉടനെ തന്നെ മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ദാ ഓടിപ്പോവുകയാണ്, ഞാനുണ്ട്, ഞാൻ തയ്യാറാണ്. അങ്ങനെ കൊണ്ടുപോയി. ജൂതൻ പറഞ്ഞു, ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾക്ക് പണി ഈ തോട്ടത്തിൽ വെള്ളം നനക്കലാണ്. ഈ തോട്ടത്തിൽ വെള്ളം നിറയുന്നത് വരെ നനക്കണം. നിങ്ങളുടെ സഹായത്തിന് ഞാൻ എന്റെ ഒട്ടകത്തെ കൂടി വിട്ടുതരാം. വെള്ളം കോരാൻ വേണ്ടിയിട്ട് പഴയ കാലത്തൊക്കെ നമ്മൾ ഏത്തമുക്ക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അല്ലെ, ഏത്തമുക്ക. അതെ, അപ്പൊ മൃഗങ്ങളെ വെച്ചുകൊണ്ട് വെള്ളം കോരുന്ന ഒരു പഴയ കാലത്തെ കൃഷിയാണല്ലോ. അപ്പോ അതിന് സഹായത്തിന് വേണ്ടി എന്റെ ഒട്ടകത്തെ ഞാൻ വിട്ടുതരാം. അങ്ങനെ മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ആ ജൂതന്റെ ഒട്ടകത്തോടൊപ്പം രാത്രി മുഴുവൻ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഉറക്കമൊഴിച്ചുകൊണ്ട് വെള്ളം നനക്കുകയാണ്. ആർക്കു വേണ്ടി? തനിക്കു വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല, ഹബീബായ തങ്ങളുടെ ഒരു കൽപ്പന പുലർത്താൻ വേണ്ടിയാണ്. ആരോഗ്യം എങ്ങനെ ദീനിന് വേണ്ടി ചെലവഴിക്കണമെന്നതിന്റെ ഉദാഹരണമാണത്. അങ്ങനെ തോട്ടത്തിൽ വെള്ളം നിറഞ്ഞപ്പോ സുബ്ഹി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ജൂതനെ പോയി കണ്ടു, തോട്ടത്തിൽ വെള്ളം നിറഞ്ഞു. ആ ജൂതൻ രണ്ട് സ്വാ ഗോതമ്പ് അളന്നു കൊടുക്കുകയാണ്. 2 സ്വാ ഗോതമ്പ് മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു അളന്നു കൊടുത്തു. മഹാനവറുകൾ ആ 2 സ്വാ ഗോതമ്പ് കയ്യിൽ വാങ്ങിയിട്ട് ആ ഗോതമ്പിന്റെ ഒരു ഭാഗവുമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ചെയ്ത പണിയുടെ പ്രതിഫലം ഹബീബായ തങ്ങളുടെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ വീട്ടിൽ പോയി കിടന്നുറങ്ങുകയല്ല ചെയ്തത്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പണിയെടുത്ത മഹാനവറുകൾ രാവിലെ സമയത്ത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ ഉറക്കക്ഷീണം മാറ്റാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങുകയല്ല ചെയ്തത്. നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മൾ വഅദ് എന്ന് പറഞ്ഞിട്ട് 12 മണി 1 മണി വരെ വഅദ് എന്ന് പറഞ്ഞ് ഉറക്കം വെച്ചിരുന്ന് പിറ്റേന്ന് ആ പേരും പറഞ്ഞ് സുബ്ഹി ഖളാക്കി കിടന്നുറങ്ങുന്നവരാ നമ്മൾ. അബൂ അഖീൽ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ആ ജൂതന്റെ ഒട്ടകത്തോടൊപ്പം ജോലിയെടുത്ത് അവസാനം രാവിലെ സമയമായപ്പോ വീട്ടിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി പോവാതെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പോവുകയാണ്.
ആരോഗ്യമല്ല വലുത്, അള്ളാഹുവാണ് വലുത്. ഈ ആരോഗ്യത്തെയും സമയത്തെയും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാം മാതൃകയായ ഒരു മഹദിയുടെ ചരിത്രം ഞാൻ പഠിപ്പിച്ചു തരാം. മഹാനായ ഖാദിസിയ്യ യുദ്ധത്തിന്റെ നായകനായിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, പുറപ്പെടുമ്പോൾ ഒരു സ്വഹാബി വനിത, ഒരു മഹിളാരത്നം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഅദ് തങ്ങളെ, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെന്നറിയാൻ കഴിഞ്ഞു. പല ആളുകളും നിങ്ങൾക്ക് പലതും തന്നുകൊണ്ട് സഹായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ പാവപ്പെട്ട പെണ്ണിന്റെ കയ്യിൽ തരാനൊന്നുമില്ല. ഈ പാവപ്പെട്ട പെണ്ണിന്റെ കയ്യിൽ തരാനുള്ളത് ഈ ഒരു പൊതി മാത്രമാണ്. ഈ പൊതിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുതിരയുടെയും ഒട്ടകത്തിന്റെയും കടിഞ്ഞാണായി ഉപയോഗിക്കണേ. കുതിരയുടെയും ഒട്ടകത്തിന്റെയും കടിഞ്ഞാണായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പൊതി കൊടുത്തു. ഇതല്ലാതെ ഒന്നും തരാനില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കരുതി അതിൽ വല്ല കയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈത്തപ്പനയുടെ നാരുകളോ ആവാം എന്ന് കരുതി ആ പൊതി അങ്ങോട്ട് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സഹോദരിയുടെ നീണ്ടു കിടക്കുന്ന തലമുടി മുറിച്ചെടുത്ത് ഒരു പൊതിയാക്കി കൊടുത്തിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ യുദ്ധത്തിനു വേണ്ടി എന്റെ കയ്യിൽ തരാൻ ഈ പൊതിയല്ലാതെ ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ട് മുടി മുറിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ മുടിയെല്ലാം മെടഞ്ഞ് പിരിച്ചെടുത്ത് കൂട്ടിക്കെട്ടി നിങ്ങൾ ഒട്ടകത്തിന്റെയും കുതിരയുടെയും കടിഞ്ഞാണാക്കി മാറ്റിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ആ വലിയ സൽക്കർമ്മത്തിന്റെ, ആ വലിയ സ്വാലിഹായ അമലിന്റെ ഒരംശം എനിക്കും ലഭിക്കുമല്ലോ. ഒന്നും ലഭിക്കാനില്ലാഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ യുദ്ധ ഫണ്ടിലേക്ക് മുടി മുറിച്ചു കൊടുത്ത സഹോദരി എവിടെ? നമ്മളെവിടെ പ്രിയപ്പെട്ട ഉമ്മമാരെ? അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. യുദ്ധം തുടങ്ങാനിരിക്കുകയാണ്. ആ സമയത്തതാ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ സഅദ് തങ്ങളെ, യുദ്ധം തുടങ്ങുകയാണല്ലോ, അങ്ങയുടെ സൈന്യത്തിൽ ഒരംഗമായി എന്നെ കൂടി ചേർത്തുമോ? സഅദ് റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നീ വളരെ ചെറുപ്പമാണ്, നീ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ ഒരുപാട് വലിയ വലിയ ആളുകളുണ്ട്, നീ ഇപ്പൊ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ തിരിച്ചയക്കാൻ ഒരുങ്ങിയപ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലയോ സഅദ് തങ്ങളെ, എനിക്ക് യുദ്ധം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ നിങ്ങളായിട്ട് തടഞ്ഞു വെക്കരുത് സഅദ് തങ്ങളെ. എന്റെ ആഗ്രഹത്തിന്റെ മുമ്പിൽ നിങ്ങളൊരു വിലങ്ങ് തടിയാവരുത് സഅദ് തങ്ങളെ. അത് കേട്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹു കരുതി, വിചാരിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ചെറുപ്പക്കാരന് സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഞാൻ എന്തിനാണ് ഒരു വിലങ്ങ് തടിയാകുന്നത് എന്ന് കരുതി മഹാനവറുകൾ അനുവാദം കൊടുത്തു, സമ്മതം കൊടുത്തു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നല്ല സമയത്താണ് ബക്കറ്റോട് വരുന്നത്. ഒന്നും കൊടുക്കാനില്ലാഞ്ഞിട്ട് ദീനിന് വേണ്ടി മുടി മുറിച്ചു കൊടുത്ത ആ സഹോദരിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് നിങ്ങളടുത്തേക്ക് ബക്കറ്റുമായി വരുമ്പോൾ പരിശുദ്ധമായ ദീനിന് വേണ്ടിയുള്ള ഒരു നല്ല പ്രവർത്തനമാണ്. നമുക്ക് രക്ഷപ്പെടാൻ ഇത് മതിയാകും. മഹാന്മാരായ നമ്മുടെ അലിമീങ്ങളുടെയും പൂർവികന്മാരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, വലിയ നോട്ട് അതിലേക്ക് ഇട്ടിട്ട് ആരും ചില്ലറ എടുക്കരുത്. കാരണം കുട്ടികൾ ബുദ്ധിമുട്ടാകും. വലിയ നോട്ട് അങ്ങനെ തന്നെ ഇട്ടാണെങ്കിൽ പ്രശ്നമില്ല. 1000ന്റെ 500ന്റെ നോട്ട് ഇട്ടിട്ട് ചില്ലറ എടുക്കാതെ ആ നോട്ട് അങ്ങനെ തന്നെ ഇട്ടുള്ള പ്രശ്നമില്ല. പഴയ നോട്ട് സ്വീകരിക്കുന്ന പറഞ്ഞത്. എല്ലാ സ്ഥലത്തും വാദിന്റെ സദസ്സിലൊക്കെ പഴയ നോട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. കുറച്ചും കൂടി കാലം സ്വീകരിക്കും. അതുകൊണ്ട് നല്ല ഒരു സംഖ്യ തന്നെ അതിലേക്ക് നിങ്ങൾ ഇടുക. 500 ഉറുപ്പിക ഇട്ടിട്ട് ആരും 490 തിരിച്ചെടുക്കരുത്. അത്
ഈ കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു ദുൽമായിരിക്കും എന്ന് അറിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ പരിശുദ്ധമായ മജ്ലിസിൽ നമ്മൾ ചെയ്യുന്ന സഹായങ്ങളെല്ലാം സ്വതക്കകളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതിന്റെ മിഥിലായ സവാബ് നമ്മിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള നമ്മുടെ ഉമ്മമാര് ഉപ്പമാര് നമ്മെ സ്നേഹിച്ചിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ കബറിടത്തിലേക്ക് ഇതേ സമയം തന്നെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലികളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഒരുപാട് പ്രവാസികളായ സഹോദരന്മാര് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അതുപോലെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഒരുപാട് ആളുകൾ ഗൾഫിലുണ്ട്. അവരുടെ ജോലികളിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നല്ല നിയ്യത്തിൽ ഒരു നല്ല സംഖ്യ തന്നെ നിങ്ങളിലേക്ക് അതിലേക്ക് സംഭാവന ചെയ്യാം. ഞാൻ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. ആ 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ സഅദ് തങ്ങളെ, ഇന്നലെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല സുന്ദരമായ ഒരു സ്വപ്നം കണ്ടു. നല്ല സുന്ദരമായ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും സുന്ദരമായ ഒരു പൂന്തോട്ടത്തിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും നല്ല ഒരു പൂന്തോട്ടം. അങ്ങനെ ഒരു പൂന്തോട്ടത്തിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അതിലുള്ള അരുവികൾ പാലിന്റെയും തേനിന്റെയും അരുവികളാണ്. അതിലുള്ള പഴങ്ങൾ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും എന്ന് പറഞ്ഞതുപോലെ വളരെ മധുരമുള്ള പഴങ്ങൾ, വളരെ സുന്ദരമായ കാഴ്ചകൾ, പാലിന്റെയും തേനിന്റെയും കള്ളിന്റെയും ശുദ്ധജലത്തിന്റെയും അരുവികൾ ഇങ്ങനെ സുന്ദരമായി ഒഴുകുന്ന വളരെ സുന്ദരമായ ഒരു പൂന്തോട്ടത്തിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അത്രയും സുന്ദരമായ ഒരു കാഴ്ച എന്റെ മുഖത്ത് കണ്ണ് മുളച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സന്തോഷത്തോടുകൂടി അതിലേറെ അഭിമാനത്തോടുകൂടി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 തവണ തക്ബീർ ചൊല്ലി മഹാനവറുകൾ പറയുകയാണ്, പൊന്നുമോനെ, നീ കണ്ടിട്ടുള്ള പൂന്തോട്ടം സ്വർഗമാണ്, സ്വർഗമാണ്. ഇന്നലെ രാത്രി നീ ആ പൂന്തോട്ടം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മോനെ, ആ സ്വർഗവും നീയും തമ്മിൽ ഇനി അധികം ദൂരമില്ല. ഈ യുദ്ധത്തിൽ നീ ഷഹീദാവുകയും സ്വർഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുമെന്നാണ് അതിനർത്ഥം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലി സന്തോഷത്തോടു കൂടി പറയുകയാണ്. ഈ സമയത്ത് 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അല്ലയോ സഅദേ, വ അൻത യാ സഅദു മാദാ തത്ലുബു മിന്നീ, ഞാൻ സ്വർഗത്തിലെത്തുമ്പോ എന്താണ് സഅദേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരേണ്ടത്? എന്തൊരു ചോദ്യമാണത്. ഞാൻ സ്വർഗത്തിലെത്തിയാൽ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? സഅദ് റളിയല്ലാഹു അൻഹു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, പൊന്നുമോനെ, നീ ഒന്നും ചെയ്യേണ്ടതില്ല. സ്വർഗത്തിൽ വെച്ച് എന്റെ ഹബീബായ കരളിന്റെ കഷ്ണമായ ലോകത്തിന്റെ നേതാവിനെ നീ കാണുമ്പോ അവിടത്തോട് പറയണം, ഈ പാവപ്പെട്ട സഅദ് അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് അങ്ങയുടെ മേൽ ഈ സഅദ് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ എന്ന് എന്റെ കരളിന്റെ കഷ്ണമായ ഹബീബിനോടൊന്ന് പറയണേ മോനെ. ആഗ്രഹമല്ലാതെ ഈ പാവപ്പെട്ട സഅദിന് ഒന്നും നിന്നോട് പറയാനില്ല. ഒരു കാര്യം കൂടി നീ പറയണേ, ഒരു കാര്യം കൂടി നീ പറയണേ ഹബീബായ തങ്ങളോട്, യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അങ്ങ് ഞങ്ങളോട് എന്തൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നോ, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ് നബിയേ. എന്തൊക്കെ ലോകത്ത് പുലരുമെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ആ കാര്യങ്ങളെല്ലാം ഇവിടെ പുലർന്നിരിക്കുകയാണ് നബിയേ. ഫജസാകല്ലാഹു അന്നി ഖൈറാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധമായ ദീന ഞങ്ങളിലേക്ക് എത്തിച്ചു തരാൻ അങ്ങൊരുപാട് കൂക്കുവിളികൾ കേട്ടില്ലേ, അങ്ങൊരുപാട് പരിഹാസങ്ങൾ സഹിച്ചില്ലേ, അങ്ങൊരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചില്ലേ, ഒരുപാട് കല്ലേറുകൾ സഹിച്ചില്ലേ. അങ്ങയുടെ പ്രിയപ്പെട്ട ഒരുപാട് കുടുംബക്കാര്, ബന്ധുക്കൾ, മഹാനായ ഹംസത്തുൽ
ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അങ്ങയുടെ ആത്മമിത്രങ്ങളെ പോലും ബലി കൊടുക്കേണ്ടി വന്നിട്ടില്ലേ? പരിശുദ്ധമായ ദീനിനു വേണ്ടി അങ്ങ് സമാധാനം മറന്ന് സന്തോഷം മറന്ന് ജീവിച്ചില്ലേ നബിയേ? അതിന് പകരമായി അല്ലാഹു അങ്ങേക്ക് നന്മ വരുത്തട്ടെ നബിയേ എന്ന് ഹബീബായ തങ്ങളെ ഭൂമുഖത്തേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പറയണം പൊന്നുമോനെ എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. അത് കേട്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് തിരിച്ചു ചോദിച്ചു, അല്ലയോ മോനെ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആ ചെറുപ്പക്കാരൻ നേരത്തെ ചോദിച്ചത്, ഞാൻ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം എന്ന്. അതിന്റെ മറുപടിയാ ഇപ്പൊ സഅദ് റളിയല്ലാഹു പറഞ്ഞത്. ഇനി സഅദ് റളിയല്ലാഹു അങ്ങോട്ട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? കാരണം നീ ഷഹീദായി കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാരുണ്ടാവും ഇവിടെ, അവരോട് ഞാൻ എന്തു പറയണം? അവർക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു കൊടുക്കണം? നിന്റെ വസിയത്ത് എന്താണ്? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലയോ സഅദ് തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയെ നിങ്ങൾ കണ്ടാൽ അവരോട് നിങ്ങൾ എന്റെ സലാം പറയണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ യുദ്ധത്തിൽ ഷഹീദായി എന്നുള്ള സന്തോഷ വാർത്ത എന്റെ ഉമ്മാക്ക് നിങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മോനെ, നിന്റെ ഉമ്മയാരാണ്? എനിക്കറിയില്ലല്ലോ. നിന്റെ ഉമ്മയാരാണെന്ന് പറഞ്ഞു തരുമോ? ആ മകൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ഉമ്മ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതാ ഒരു പെണ്ണ് വന്നുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പൊതി തന്നിരുന്നില്ലേ? ഒന്നും തരാനില്ലാഞ്ഞിട്ട്, പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒന്നും സമർപ്പിക്കാനില്ലാഞ്ഞിട്ട് തന്റെ മുടി മുറിച്ചു തന്ന ഒരു സഹോദരിയില്ലേ? ആ സഹോദരിയാണ് എന്റെ ഉമ്മ. ആ സഹോദരിയുടെ മകനാണ് ഞാൻ. അവരാണ് എന്റെ ഉമ്മ എന്ന ചെറുപ്പക്കാരൻ പഠിപ്പിക്കുകയാണ്. എന്തൊരു നല്ല ഉമ്മ, എന്തൊരു നല്ല മകൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദുനിയാവ് മാത്രം മതിയോ? ഈ ദുനിയാവിലെ സുഖങ്ങൾ മാത്രം മതിയോ? ഈ ആധുനിക ലോകത്തിന്റെ അതിപ്രസരത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ നാൽക്കാലി കൂട്ടങ്ങളെ പോലെ ജീവിച്ചാൽ മാത്രം മതിയോ സഹോദര? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അന്യപുരുഷന്മാരുടെ ചപല വികാരങ്ങളെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച്, അന്യപുരുഷന്മാരുടെ വികാരങ്ങളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന് പോലും ശാപമാകുന്ന രൂപത്തിൽ ജീവിച്ചാൽ മതിയോ പ്രിയപ്പെട്ടവരെ? നമുക്കൊരു മാറ്റം വേണ്ടേ? നമുക്കൊരു മാറ്റം വേണ്ടേ? നമുക്കൊരു പുതിയ ജീവിതം വേണ്ടേ? ഞാനൊരു മുസ്ലിമാണെന്നുള്ള ചിന്ത നമുക്ക് വേണ്ടേ? വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ലവൻ ആരുണ്ട്? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, തെറ്റുകളുടെ മുഖത്ത് നോക്കി ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ? മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ, അദ്ദേഹം മക്കയിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവിധ വേണ്ടാത്തരങ്ങളുമായി ജീവിച്ചയാളായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് മക്കയിൽ ഒരു കാമുകി ഉണ്ടായിരുന്നു, അനാഖ് എന്ന ഒരു കാമുകി. പ്രിയപ്പെട്ടവരെ, മിർസദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പഴയ ജീവിതമെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് ഹബീബായ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അള്ളാന്റെ ഹബീബിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയി മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലെത്തിയതിനു ശേഷം അദ്ദേഹം ഒരു പ്രവർത്തനം ചെയ്തിരുന്നു. എന്താന്ന് വെച്ചാൽ, രാത്രി സമയത്ത് ഒളിച്ച് പാർത്ത് മക്കയിൽ പോയി അവിടെ കാഫിര്യങ്ങൾ കെട്ടിയിട്ടിട്ടുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ രാത്രി കെട്ടടിച്ച് അവരെ മദീനയിലേക്ക് കടത്തിക്കൊണ്ടുവരിക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. കാഫിര്യങ്ങൾ കെട്ടിയിട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും, ഓരൊക്കെ കെട്ടഴിച്ച് രാത്രിയിൽ മദീനത്തേക്ക് രക്ഷപ്പെടുത്തുക. ഇതായിരുന്നു മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. അങ്ങനെ മിർസദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അർദ്ധരാത്രി ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് മക്കയിലെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പിന്നിൽ നിന്നൊരു പെൺ ശബ്ദം കേൾക്കുകയാണ്. വളകിലിങ്ങുന്നത് പോലെ ഒരു ശബ്ദം. മിർസദാണോ ആ പോകുന്നത് എന്ന ഒരു ശബ്ദം കേൾക്കുമ്പോ മഹാനവറുകൾ തിരിഞ്ഞു നോക്കുകയാണ്. മറ്റാരുമല്ല,
തന്റെ ഹൃദയ കൊട്ടാരത്തിലെ രാജകുമാരിയായിരുന്ന അനാഖാണ് തന്റെ കാമുകിയാണ്, മറ്റാരുമല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. മക്ക മുഴുവൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഒരാളും കാണാനില്ല. തിന്മ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തുവന്നിരിക്കുകയാണ്. അനാക്ക് പതുക്കെ പതുക്കെ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെത്തി. എന്നിട്ട് മിർസദിനോട് പറഞ്ഞു, അല്ലയോ മിർസദേ, നിനക്ക് നമ്മുടെ പഴയ കാലത്തെ ജീവിതം ഓർമ്മയുണ്ടോ? നമ്മൾ പരസ്പരം കൈമാറിയിരുന്ന സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ, നമ്മൾ ഒന്നിച്ചു ജീവിച്ചിരുന്ന ഒരുപാട് സന്തോഷപൂർണമായ മധുരതരമായ ഒരുപാട് ദിനരാത്രങ്ങൾ, അത് നിനക്ക് ഓർമ്മയുണ്ടോ മിർസദേ? അതുപോലെ ഒരു ജീവിതം നിനക്കിനിയും വേണ്ടേ? നിന്നെ ഞാൻ ഒന്നുകൂടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ പഴയകാലത്തെ പ്രണയങ്ങൾ, ആ പഴയകാലത്തെ ഓർമ്മകൾ ഒന്ന് പുതുക്കാൻ, ആ പഴയകാലത്തെ മധുരതരമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാൻ മിർസദേ, നിന്നെ ഞാൻ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്, നിന്നെ ഞാൻ വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? തന്റെ ഓൾഡ് ലവറാണ്, പഴയകാലത്തെ കാമുകിയാണ്. ഇപ്പോൾ അവളുടെ വിളി കേട്ട് അവളുടെ വീട്ടിൽ ചെന്നവളോടൊപ്പം ഒരു രാത്രി അവളോടൊപ്പം കിടക്ക പങ്കിട്ടാൽ ഒരാളും അത് അറിയാൻ പോകുന്നില്ല, ഒരാളും അത് തിരിച്ചറിയാൻ പോകുന്നില്ല. തെറ്റു ചെയ്യാൻ എല്ലാ അവസരങ്ങളും ഒത്തുവന്നിരിക്കുകയാണ്. പക്ഷേ ഏതൊരു മനുഷ്യരും പതറിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ മിർസദ് റളിയല്ലാഹു അൻഹു പതറിയില്ല. വേണ്ടാത്തരത്തിന്റെ മുഖത്ത് നോക്കി മിർസദ് പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ് പെണ്ണെ. പഴയ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്റെ പുറം കാലുകൊണ്ട് ഞാൻ ചവിട്ടി മാറ്റി എറിഞ്ഞതാണ്. പഴയ കാലത്തെ എന്റെ വേണ്ടാത്തരങ്ങൾ, എന്റെ തോന്നിവാസങ്ങളെല്ലാം എന്റെ മറവിയുടെ ചവറ്റുകൊട്ടയിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ചെയ്യാൻ എന്നെ വിളിക്കരുത് പെണ്ണേ. ഞാൻ ഒരുക്കമല്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ പുതിയ ഒരു മനുഷ്യനാണ്. ഈ സമയത്ത് അഥവാ കാമുകി പുതിയൊരു നമ്പർ എടുത്തു. ഞാൻ വിളിച്ചിടത്തേക്ക് നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അട്ടഹസിക്കും. ഇതാ മിർസദ് വന്നിട്ടുണ്ട്, നിങ്ങളിൽപ്പെട്ട ആളുകളെയെല്ലാം കെട്ടഴിച്ച് മോചിപ്പിക്കാൻ വന്നതാണവൻ എന്ന് വിളിച്ചു പറഞ്ഞ് മക്കാരെ മുഴുവൻ ഞാനിപ്പോ വിളിച്ചു കൂട്ടും. അവർ നിന്നെ പിടിച്ചു കെട്ടി അവർ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ മിർസദ്. മിർസദ് പറഞ്ഞു, എനിക്ക് വിഷയമല്ല, എനിക്കത് പ്രശ്നമല്ല. മക്കാരെന്നെ പിടിച്ചുകെട്ടി കൊന്നാലും ശരി, നീ വിളിക്കുന്നിടത്തേക്ക് വരാൻ, തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാൻ ഇനി എനിക്ക് സാധ്യമല്ല. എന്തൊരു ഈമാനാണത്, എന്തൊരു ഈമാനാണ് പ്രിയപ്പെട്ടവരെ. അതാണ് മുസ്ലിം. ചുറ്റുമുള്ളത് മുഴുവൻ ജീർണതകളാണ്. ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും മുമ്പോട്ടും പിമ്പോട്ടും തിരിഞ്ഞാൽ എവിടെയും ഹറാമിന്റെ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ആ കാഴ്ചകളുടെ മുഖത്ത് നോക്കി ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള തന്റെ ഇടം വേണം. മിർസദ് റളിയല്ലാഹു അൻഹു കാണിച്ചതുപോലെ ഈ സമയത്ത് അനാക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ മിർസദ് വന്നിട്ടുണ്ട്, നിങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുപോവാൻ. അപ്പൊ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി. ആളുകളെല്ലാം ഓടി വന്നു. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു ഓടി, അവർ പിന്നാലെ ഓടി. മഹാനവറുകൾ ഒരു മലയുടെ മുകളിൽ കയറി, അവർ പിന്നാലെ കയറി. മഹാനവറുകൾ ഒരു ഗുഹയിൽ കയറി. ആ ഗുഹയിൽ കയറുന്നത് കാഫിരീങ്ങൾ കണ്ടു. ഗുഹയിൽ വന്ന് നോക്കുമ്പോ മിർസദിനെ കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളുടെ കണ്ണിനെ അല്ലാഹു അവരുടെ കാഴ്ച ശക്തിയെ എടുത്തു കളഞ്ഞു. ഗുഹയിൽ കയറുന്നത് അവർ കണ്ടിട്ടുണ്ട്, പക്ഷെ ഗുഹയിൽ പോയി നോക്കുമ്പോ മിർസദ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല. അവസാനം ദേഷ്യം പിടിച്ച് അവർ ഗുഹയിലേക്ക് മൂത്രമൊഴിച്ചിട്ട് മടങ്ങിപ്പോയി. അവർ പോയി കഴിഞ്ഞപ്പോ മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു വെള്ളം എടുത്തിട്ട് ശരീരമൊക്കെ കഴുകി വൃത്തിയാക്കി വീണ്ടും മക്കത്തേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോഴേക്ക് നേരം പുലർന്നിട്ടില്ല. മക്കത്തേക്ക് തന്നെ തിരിച്ചുപോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും മോചിപ്പിച്ച് മദീനയിലേക്ക് മഹാനവറുകൾ യാത്ര തുടർന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ഒരുപാട് ചിന്തകളുടെ വേലിയേറ്റത്തിലാണ്. കാരണം വർഷങ്ങളോളം തന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ ഹേതുകമായിരുന്ന അനാക്ക് തന്നെ വിളിച്ചപ്പോ പോകാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അനാക്കിനോടുള്ള സ്നേഹം തന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അനാക്കിന്റെ മുഖം തന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അവസാനം ഹബീബായ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അള്ളാന്റെ തിരുദൂതരെ, അങ്ങയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങ് പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ എനിക്ക് സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട അനാക്കിന്റെ പൂമുഖം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. അവളോടുള്ള പ്രണയാർദ്രമായ എന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് മറക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. വഹയിറങ്ങുകയാണ്. അതാ ഹബീബായ തങ്ങൾ ഓതിക്കൊടുക്കുന്നു, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. ഒരിക്കലും തന്നെ അവിശ്വാസികളായ ആളുകളെ വിവാഹം ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് അധികാരമില്ല എന്നുള്ള ആയത്തിറങ്ങിയപ്പോ മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട കാമുകിയായിരുന്ന അനാഖിനെ കുറിച്ചുള്ള ചിന്തയുടെ അവസാനത്തെ ശകലങ്ങളും മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് പറയുന്നു, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. എനിക്ക് അല്ലാഹ് മതി, എനിക്ക് ഹബീബായ തങ്ങൾ മതി, എനിക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മതി, എല്ലാം ഞാൻ ഉപേക്ഷിച്ചു നബിയേ. അങ്ങനെ പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അലം യഅ്നിൽ ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങൾ, ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ, വേണ്ടാത്തരങ്ങൾ, തോന്നിവാസങ്ങൾ, അതെല്ലാം അല്ലാഹുവിനോട് പറഞ്ഞാൽ അവൻ പുറത്തു തരും. എന്നാൽ ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം നയിക്കാൻ, ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്, ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സമയമായെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഫളാല റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, ഫളാല മക്കയിലെ വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നടന്നവനായിരുന്നു. അങ്ങനെ ഹബീബായ തങ്ങൾ പരിശുദ്ധമായ മക്ക കീഴടക്കാൻ വേണ്ടി, ഫത്ഹ് മക്കക്ക് വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മക്ക കീഴടക്കി, മക്ക പരിശുദ്ധ ദീനിന്റെ നാടായി. അങ്ങനെ നബി തങ്ങൾ ഏതാനും ദിവസം മക്കത്ത് തങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രാത്രി സമയം എല്ലാവരും കിടന്നുറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് കഅബയുടെ സന്നിധിയിലേക്ക് വരുമായിരുന്നു എന്നാണ്. അങ്ങനെ ഫളാല വളരെ ശക്തിയുള്ള മൂർച്ചയുള്ള ഒരു കടാര കയ്യിൽ പിടിച്ച് കഅബയുടെ ഖില്ലയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തവാഫ് ചെയ്യുന്ന നബി തങ്ങളെ കുത്തിക്കൊലപ്പെടുത്താൻ. ആരുമില്ല, നബി തങ്ങൾ ഒറ്റക്കാണ്. ഈ സമയമല്ലാതെ വേറൊരു സമയം കിട്ടൂല. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് നബി തങ്ങൾ തവാഫ് ചെയ്യുമ്പോ കുത്തിക്കൊലപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്നാമത്തെ ചുറ്റി കഴിഞ്ഞു. ഫളാലയുടെ മുമ്പിലൂടെയാണ് നബി തങ്ങൾ കടന്നു പോകുന്നത്. കത്തി ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ നബി തങ്ങളുടെ ഗൗരവം സ്ഫുരിക്കുന്ന പൂമുഖത്തേക്ക് നോക്കിയപ്പോ ഫളാലയുടെ ധൈര്യമെല്ലാം ചോർന്നു പോവുകയാണ്. കുത്താൻ തോന്നുന്നില്ല. നബി തങ്ങളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോ കുത്താൻ തോന്നുന്നില്ല. നബി തങ്ങൾ ഇങ്ങനെ കടന്നുപോയി. രണ്ടാമത്തെ ചുറ്റിലും ഫളാലയുടെ മുമ്പിലൂടെ കടന്നു വന്നു. ഫളാലക്ക് കുത്താൻ മനസ്സ് വരുന്നില്ല. 3ഉം 4ഉം 5ഉം 6ഉം കഴിഞ്ഞു. അവസാനം 7ാമത്തെ ചുറ്റെത്തിയപ്പോ ഫളാല മനസ്സിൽ ഉറപ്പിച്ചു, ഈ സമയത്ത് കുത്തിയില്ലെങ്കിൽ ഇത് അവസാനത്തെ അവസരമാണ്. ഇനി കുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഈ അവസരം തന്റെ ജീവിതത്തിൽ ലഭിക്കില്ല. അങ്ങനെ ഇനി എന്ത് വില കൊടുത്തും കുത്തി കൊലപ്പെടുത്തണമെന്ന് കാത്തിരിക്കുകയാണ്. അങ്ങനെ കുത്താൻ വേണ്ടി അങ്ങോട്ട് ഓങ്ങിയപ്പോ ഫളാലയുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു. ശബ്ദം കേട്ട് നബി തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്നെ കുത്താൻ വേണ്ടി ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. രാത്രിയുടെ ഇരുട്ടിൽ മനസ്സിലാകുന്നില്ല അയാളുടെ കത്തിയാണ് താഴെ വീണത്. നബി തങ്ങൾ അയാളുടെ അടുത്തേക്ക് മെല്ലെ നടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, പരിചയമുള്ള മുഖം തന്നെയാണ്. ആരാണ്? ഫളാലയാണ്.
നബി തങ്ങൾ പറഞ്ഞു, ലാ തഖഫ്, പേടിക്കേണ്ട മോനെ, പേടിക്കണ്ട, ഇതാരും കണ്ടിട്ടില്ല, ഞാനും അല്ലാഹുവും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഖദ് അറഫ്തു, നിന്നെ എനിക്ക് മനസ്സിലായി, നീ ഫളാലയാണ്, ഞാൻ മുഹമ്മദാണ്, നമുക്കിടയിൽ പരിചയമുള്ളവരാണല്ലോ. ഈ പ്രവർത്തനം ഞാനും നീയുമല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. നിന്നോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല, നിനക്ക് ഞാൻ പുറത്തു തന്നു എന്ന് പറഞ്ഞപ്പോ ഫളാലയുടെ മനസ്സ് തകർന്നു പോവുകയാണ്. ഇത്രയും വലിയ വിശാല മനസ്കനായ ഒരു മനുഷ്യനെയാണോ ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്? സ്നേഹത്തിന്റെ നിറകുടമായ, കൊല്ലാൻ വന്നവന് പോലും മാപ്പ് കൊടുത്ത ഈ പ്രവാചകനെയാണോ ഞാൻ കൊല്ലാൻ ശ്രമിച്ചതെന്നോർത്തപ്പോ ഫളാല റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് നിറയുകയാണ്. ഹബീബായ തങ്ങളുടെ കാൽ കീഴിൽ വീഴുകയാണ്. കാൽ കീഴിൽ വീണുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് പുറത്തു തരണേ നബിയേ എന്ന് നിലത്ത് തല തല്ലി കരയുകയാണ്. നിലത്ത് തലയടിച്ചുകൊണ്ട് കരയുകയാണ് ഫളാല. നബി തങ്ങൾ ഫളാലയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഫളാലയെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫളാല, നിനക്ക് ഞാൻ പുറത്തു തന്നു, നിന്റെ തെറ്റുകൾ ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് ഫളാലക്ക് പറയാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. പിന്നെ ഫളാലക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങളുടെ മുമ്പിൽ മുഖമുയർത്തി നിൽക്കാൻ കഴിഞ്ഞില്ല. അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യം വരുന്നില്ല. ഫളാല ഇറങ്ങി ഓടുകയാണ്, വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. റൂമിൽ വാതിലടച്ചിരുന്ന് ചെയ്തു പോയ തെറ്റുകളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ എണ്ണി എണ്ണി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ ഫളാല വീട്ടിലേക്ക് ഓടുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ മനസ്സ് വരുന്നില്ല. നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യം വരുന്നില്ല. ഫളാല ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോകുന്നതിനിടയിൽ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതാ വഴിവക്കിൽ ഒരു പെണ്ണ് നിൽക്കുന്നു. മക്കയിലെ വേശ്യക്കാരിയായ പെണ്ണാണ്, മക്കയിലെ പറ്റുപടിക്കാരിയായ പെണ്ണ്. ആ പെണ്ണിനടുക്കൽ മക്കയിലുണ്ടായിരുന്ന ആളുകളെല്ലാം ചെന്ന് വേശ്യാവൃത്തിക്ക് പണം കൊടുത്തിരുന്ന പെണ്ണായിരുന്നു. ആ പെണ്ണിന്റെ അടുത്ത് സ്ഥിരമായി പോവാറുള്ള ആളായിരുന്നു ആര്? ഫളാല. ഈ സമയത്ത് ഫളാല ഓടിപ്പോകുമ്പോ പെണ്ണ് വഴിവക്കിൽ നിന്നുകൊണ്ട് പറയുകയാണ്, തആൽ യാ ഫളാല, തആൽ യാ ഫളാല, വരൂ, ഇന്ന് എനിക്ക് ആരെയും കിട്ടിയിട്ടില്ല, ഇന്ന് എനിക്ക് ഒരു കസ്റ്റമറേയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നും താൻ വ്യഭിചാരത്തിന് വേശ്യാവൃത്തിക്ക് വേണ്ടി സമീപിക്കാറുണ്ടായിരുന്ന പെണ്ണ് തന്നെ വിളിച്ചപ്പോ ആദ്യമായി ഫളാല പറയുകയാണ്, ദഈനി ദഈനി, ഒന്ന് പോ പെണ്ണേ, എന്റെ മുമ്പിൽ നിന്ന് കടന്നുവോ. ഇന്നലെ നീ കണ്ട മനുഷ്യനല്ല ഞാൻ ഇന്ന് പുതിയ മനുഷ്യനാണ്. ഖദ് അസ്ലംതു, ഖദ് അസ്ലംതു, ഞാൻ ഇന്ന് മുസ്ലിമാ, ഞാൻ ഇന്ന് പുതിയ ഒരു മനുഷ്യനാ, ഞാൻ ഇന്ന് പുതിയ ഒരു ജീവിതം നയിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് പറ്റുപടിക്കാരിയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി ഫളാല റളിയല്ലാഹു അൻഹു. ഇതുപോലെ തെറ്റുകളുടെ മുഖത്ത് നോക്കി ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഞാനൊരു പുതിയ മനുഷ്യനായി ഇന്ന് മുതലെങ്കിലും ജീവിക്കട്ടെ. ഇത്രയും കാലം ദുനിയാവിന്റെ സുഖലോലുപതയിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ സദാസമയവും വീട്ടിൽ മുഴങ്ങുന്ന ടെലിവിഷന്റെ ശബ്ദവും സംഗീതവുമായി എന്റെ ജീവിതം കടിഞ്ഞു പോയല്ലോ, എന്റെ ജീവിതം നഷ്ടപ്പെട്ടുവല്ലോ. ഇന്ന് മുതലെങ്കിലും ഒരു പുതിയ മനുഷ്യനായി ജീവിക്കട്ടെ എന്നൊരു ചിന്ത ഈ സദസ്സിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടായാൽ ഇവിടെ ചെലവഴിക്കപ്പെടുന്ന 10,000 അല്ലാഹുവിന്റെ മുമ്പിൽ സാർത്ഥകമാവുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു ചിന്ത തരട്ടെ. ഈ സദസ്സിലുള്ള ഒരാൾക്കെങ്കിലും ആ ചിന്ത ഉണ്ടായാൽ മതി, എനിക്കുണ്ടായാൽ തന്നെ മതി. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഇതിനു വേണ്ടി 10,000 ചെലവഴിച്ചാൽ അത് മുഴുവൻ അല്ലാഹുവിന്റെ അടുക്കൽ
വലിയ പ്രവർത്തനമായി സ്വീകരിക്കപ്പെടാൻ ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്നവർക്കും അതിന് സഹകരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ പ്രതിഫലം ലഭിക്കാൻ ഇവിടെയുള്ള ഒരൊറ്റ മനുഷ്യന് ആ ചിന്ത ഉണ്ടായാൽ മതി. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത തരട്ടെ. ഇത്രയും കാലം ഞാൻ ഒരുപാട് തെറ്റുകളുമായി നടന്നു, ഇത്രയും കാലം ഞാൻ അള്ളാഹു പറഞ്ഞതനുസരിക്കാതെ നടന്നു. ഇനിയെങ്കിലും ഒരു പുതിയ ജീവിതം, ഇനിയെങ്കിലും ഒരു മുസ്ലിമായി അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ സമ്പത്തും സമയവും എന്റെ ചിന്തകളും എന്റെ നിയ്യത്തും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കട്ടെ എന്നുള്ള ചിന്തയുമായി പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ആദരവുണ്ട്. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയരെന്ന് പടച്ചവൻ പഠിപ്പിക്കുകയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവർ ആ ചിന്തയുള്ളവരാണ്. ഇനിയെങ്കിലും തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കട്ടെ. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. മഹാനായ ഇമാം, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, പ്രത്യേകിച്ച് മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തഖ്വയുടെ വിശദീകരണം പറയുന്നുണ്ട്. വരാനുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് സംഭവിക്കാനുള്ള തെറ്റുകൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് തഖ്വ. ഇത്രയും കാലം സംഭവിച്ചത് പഠിച്ചവനെ നീ എനിക്ക് പുറത്തുതാ, ഇനിയെങ്കിലും ഞാൻ തെറ്റുകളിൽ നിന്ന് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുമെന്നുള്ള ചിന്തയാണ് പ്രിയപ്പെട്ടവരെ തഖ്വ. ആ തഖ്വയുള്ളവർ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ളവരാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ്. വ ഇൻ തസ്ബിറൂ വ തത്തഖൂ ലാ യദുറുക്കും കൈദുഹും ശൈആ. മലപ്പുറം ജില്ലയിലെ കൊടുഞ്ഞിയിൽ പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ചു പോയതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് വളരെ ക്രൂരമായി വെട്ടി നുറുക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയുമോ ആ ചെറുപ്പക്കാരന് സംഭവിച്ചത് അപകടമാണെന്ന്? അത് അപകടമല്ലല്ലോ. ആ ചെറുപ്പക്കാരന് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ ഭാഗ്യവാനാണ്, ആ ചെറുപ്പക്കാരൻ സൗഭാഗ്യവാനാണ്. കാരണം തന്റെ ജീവിതത്തിലെ ഒരേ ഒരു ഉംറ ചെയ്യാൻ വളരെ കാലമായ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നലെ പക്കത്ത് ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ ആ സഹോദരന് വേണ്ടി ഉംറ ചെയ്തു. നമ്മൾ ചിന്തിക്കണം, ഒരു ഉംറക്ക് പകരം നൂറുകണക്കിന് ഉംറകളാണ് ആ സഹോദരന്റെ ഖബറിടത്തിലേക്ക് എത്തിയത്. വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ. നിങ്ങൾ തഖ്വ കാണിച്ചാൽ ഒരിക്കലും കാഫിരീങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ സാധ്യമല്ല. ഒരാളുടെ ജീവിതം തകർത്താൽ അതിലൂടെ നൂറുകണക്കിന് ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. തഖ്വയുള്ളവർക്ക് എവിടെയും സമാധാനമാണ്, സംരക്ഷണമാണ്, സന്തോഷമാണ്. അള്ളാഹു നമുക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് പിശാചിൽ നിന്ന് കാവലുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. പടച്ചവൻ ഖുർആനിൽ പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അങ്ങനെയുള്ളവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. കണ്ടോ, ഇത്രയും കാലം പടച്ചവനെ ഞാൻ ചെയ്തതൊക്കെ നീ പുറത്തുതാ, ഇനി ഞാൻ നല്ല മനുഷ്യനായി ജീവിക്കാം എന്നൊരാളുടെ മനസ്സിൽ ചിന്ത ഉണ്ടെങ്കിൽ അവരുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അവരുടെ ജീവിതം ലാഭ കച്ചവടമാണെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം ഒരു കച്ചവടമാണ്. 10 മണിക്ക് നിർത്തണം എന്നാ പറഞ്ഞത്, പക്ഷേ വിഷയത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോലും എത്തിയില്ല. നമ്മുടെ ജീവിതം കച്ചവടമാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അള്ളാഹു നമുക്ക് തന്നത് സമ്പത്താണെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കുക, അതിന് അങ്ങോട്ട് കൊടുക്കുക. കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു സാധനം കൊടുത്താൽ അതിന് പകരം ഇങ്ങോട്ട് വാങ്ങുമ്പോഴാണ് കച്ചവടമാകുന്നത്. അപ്പൊ നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കുക, അതിന്റെ ലക്ഷക്കണക്കിന് ഇരട്ടി അള്ളാഹുവിൽ നിന്ന് കൂലി ഇങ്ങോട്ട് വാങ്ങുക. ഈ കച്ചവടം ലാഭ കച്ചവടമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുകയാണ്, പടച്ചവനിൽ വിശ്വസിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്ത ആളുകൾ യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അവർക്കുള്ളത്.
അത് ലാഭക്കച്ചവടമാണെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്തയുള്ളവരുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം നീ പൊറുത്തുതാ, ഇനി ഞാൻ നന്നായി ജീവിക്കാം എന്നുള്ള ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ കൂടെയാണ്. അല്ലാഹു അവരുടെ കൂടെയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. ഈ ചിന്തയുള്ളവരുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ. എന്നാൽ ഈ ചിന്ത ഒന്നുമില്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവർ നാൽക്കാലികളെ പോലെയാണ്. അല്ല, നാൽക്കാലികൾ പോലും അവരുടെ മുമ്പിൽ നാണിച്ചു തലതാഴ്ത്തുന്നതാണ്. ഒരുപാട് ജിന്നുവർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകൾ അവരെ നാം നരകത്തിന്റെ വിറകാക്കി വച്ചിരിക്കുകയാണ്. അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ളതാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്കെല്ലാം ഹൃദയങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കുന്നില്ല. മനസ്സുണ്ട്, മനസ്സിലാക്കുന്നില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്കെല്ലാം കണ്ണുകളുണ്ട്, പക്ഷേ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്കെല്ലാം കാതുകളുണ്ട്, പക്ഷേ കേൾക്കുന്നില്ല. ഉസ്താദുമാര് വാദു പറയുമ്പോ മുസ്ലിയാര് അയാളുടെ പണിയെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയെടുക്കാം. പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോ മല്ലാക്കയുടെ പണിയെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളവർ, അവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവർ മനുഷ്യർ പോലുമല്ല. കാരണം നമ്മൾ പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചു എന്നാണ്. മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ബഹുമാനം അവർക്കില്ല. അവർ നാൽക്കാലികളെ പോലെയാണ്. അല്ല, നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണ്. അള്ളാഹു മറ്റൊരായത്തിൽ പറയുകയാണ്, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ. ഒരു മനുഷ്യന്റെ ദൈവം ആര്? അവന്റെ ദേഹേച്ഛകൾ. ഒരു മനുഷ്യന്റെ യജമാനൻ അവന്റെ ദേഹേച്ഛകൾ. അവന്റെ ശരീരം എന്തു പറയുന്നുവോ അതുപോലെ ജീവിക്കുക. TV ഓൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യുക. ആ സമയത്ത് നിസ്കാരമുണ്ട്, പക്ഷെ നിസ്കരിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഖുർആനുണ്ട്, മറ്റൊരു ഭാഗത്ത് മൊബൈലുണ്ട്. മനസ്സ് പറയുന്നു മൊബൈൽ എടുക്കണമെന്ന്. ഖുർആൻ പൊടി പിടിച്ചു കിടക്കുകയാണ്, പക്ഷേ തൊട്ടു നോക്കുന്നില്ല. അങ്ങനെ മനസ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അവർ നാൽക്കാലികളെ പോലെയാണ്. നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ചിന്തയുള്ള ആളുകൾ ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് മടങ്ങണമെന്നുള്ള ചിന്തയുള്ളവർ, അവരുടെ ജീവിതം ലാഭക്കച്ചവടമാണ്. എന്നാൽ അങ്ങനെയുള്ള ചിന്തയില്ലാതെ ദുനിയാവിന്റെ സുഖഭോഗങ്ങളിൽ മുങ്ങിപ്പൊങ്ങി പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതം നഷ്ടക്കച്ചവടമാണെന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുകയാണ്. ഉലൈകല്ലദീന ഇശ്തറവുൽ ളലാലത ബിൽ ഹുദാ. ഉലൈകല്ലദീന ഇശ്തറവുൽ ളലാലത ബിൽ ഹുദാ. സന്മാർഗം കിട്ടിയിട്ടും അത് കൊടുത്തു ദുർമാർഗം വാങ്ങിയവർ. സുബ്ഹാനല്ലാഹ്. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഫൈസൽ എന്ന് പറയുന്ന ആ സഹോദരന്റെ മുമ്പിൽ നമ്മൾ എത്രത്തോളം ചെറുതാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ മുസ്ലിം ആയത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉമ്മയും ബാപ്പയും മുസ്ലിം ആയതുകൊണ്ടാണ്. നമ്മൾ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലായതുകൊണ്ടാണ്. എന്നാൽ ആ സഹോദരനാവട്ടെ പരിശുദ്ധ ദീനിനെ പഠിച്ച് മനസ്സിലാക്കി ദീനിലേക്ക് ഇങ്ങോട്ട് വന്നവനാണ്. അള്ളാഹു നമുക്ക് വെറുതെ തന്ന പരിശുദ്ധമായ ദീൻ നമ്മൾ കൊടുത്ത് പിശാചിന്റെ മാർഗത്തെ നമ്മൾ വാങ്ങുകയാണ്. അല്ലേ? ദീന് കൊടുത്ത് ദുനിയാവിനെ വാങ്ങുകയാണ് നമ്മൾ. ഹിദായത്തിനെ കൊടുത്ത് വലാലത്തിനെ വാങ്ങുകയാണ് നമ്മൾ. നന്നാവാനുള്ള എല്ലാ അവസരങ്ങളും നമുക്കുണ്ടായിട്ടും നമ്മൾ നന്നാവുന്നില്ല. എന്നാൽ ലോകത്ത് പല ആളുകളും ചീത്തയായി പോവാൻ എല്ലാ അവസരങ്ങളുണ്ടായിട്ടും അവർ ചീത്തയാവാതെ നന്നാവുകയാണ്. അവരെല്ലാം അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നാവാൻ എല്ലാ അവസരവും ഉണ്ട്. നമ്മൾ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണ്. നമുക്ക് പഠിപ്പിക്കാൻ മദ്രസകളുണ്ട്, കിതാബുകളുണ്ട്, വഅലിന്റെ സദസ്സുകളുണ്ട്. യൂട്യൂബ് എടുത്തു നോക്കിയ വഅലുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നന്നാവുന്നില്ല. ഈ അവസരങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ ദീനിനെ കണ്ടറിഞ്ഞ് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദീനിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ എന്ത് മറുപടി പറയുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം.
നന്നാവാനുള്ള എല്ലാ അവസരം ഉണ്ടായിട്ട് നന്നാവാത്തവർ അള്ളാഹു നമ്മെ നന്നാക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടം നഷ്ടക്കച്ചവടമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മടക്കത്തിന് നമുക്ക് സമയമായിട്ടുണ്ട്. അത്തജാഫി അൻ ദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്. അല്ലാഹുവിനെ മറപ്പിച്ചു കളയുന്ന ദുനിയാവിൽ നിന്നൊരു ഒളിച്ചോട്ടം, ആഖിറത്തിലേക്കുള്ള ഒരു മടക്കം. ആ മടക്കത്തിന്റെ ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ നടത്തിയിട്ട് നമ്മൾ പിരിഞ്ഞു പോവാണ്. അതിന്റെ മുമ്പ് അതിന് വിഷയം പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വിഷയം തുടങ്ങി ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്ക് സമയം കഴിഞ്ഞത് കൊണ്ട് നിർത്തേണ്ടി വന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുആ കഴിയാതെ ആരും ഇനി പോവരുത്. ഇത്രയും സമയം ഇരുന്ന സ്ഥിതിക്ക് ദുആ കൂടി കഴിഞ്ഞിട്ട് പോവാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.